നമുക്ക് കേരളത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഘവൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു, ഇനി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസവും സൗജന്യമായിട്ട് നൽകാൻ ഈ കേരളത്തിൽ സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിലപാട് നടപ്പിലാക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ട ആ രംഗം സഖാവ് എം വി ഗോവിന്ദൻ നയിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയിലേതാണ്. സഖാവ് എം വി ഗോവിന്ദൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് AI കസേരകളോടല്ല, നല്ല അസല് കസേരകളോടാണ് സഖാവ് എം വി ഗോവിന്ദൻ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയതല്ല ഗൈസ്, കസേരകളുടെ എണ്ണം കൂടിപ്പോയതാണ്. സഖാവ് എം വി ഗോവിന്ദന്റെ വികസന മുന്നേറ്റ ജാഥ കണ്ണൂർ ജില്ലയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് സഖാവ് കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം പയ്യന്നൂരിൽ വെച്ച് നടന്നത്. ആരും ചെയ്യാൻ മടിക്കുന്ന തരത്തിൽ രക്തസാക്ഷി ഫണ്ടിൽ വരെ കയ്യിട്ട് വാരിയെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച സഖാവ് കുഞ്ഞികൃഷ്ണൻ ഇന്ന് CPM-ന് പുറത്താണ്. പക്ഷേ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്ത കേസിൽ ജയിലിനകത്ത് കിടന്ന പത്മകുമാർ ഇപ്പോഴും CPM എന്ന പാർട്ടിക്ക് അകത്താണ്. രക്തസാക്ഷി ഫണ്ടിൽ നടത്തിയ തട്ടിപ്പിനെ കുറിച്ചും അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്ത കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചും ജാഥയുമായി കടന്നു പോകുമ്പോൾ സഖാവ് എം വി ഗോവിന്ദൻ കേരള സമൂഹത്തോട് മറുപടി പറയണം.